പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കരേറ്റുന്നു. ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഈ അവസരം തന്നല്ലോ. വിശേഷാൽ ദൈവവചന പഠനത്തിനായിട്ട് നമ്മൾ വേർതിരിക്കുന്ന ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വെറുമൊരു ആമുഖം ആയിരിക്കേണ്ടതിനല്ല, എന്നാൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. എങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് ഇടപെടുവാനും അത് നമ്മെ അനുഗ്രഹിപ്പാനും ഇടയാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് യേശു കർത്താവ് പഠിപ്പിച്ച പർവ്വത പ്രസംഗം, അതിൻ്റെ ഭാഗ്യാവസ്ഥകൾ എന്ന ഭാഗത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആഴ്ചകളായിട്ട് എനിക്ക് അവസരം ലഭിക്കുമ്പോഴൊക്കെ ഞാൻ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ 2ാമത്തെ ഭാഗ്യാവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച് നമ്മൾ ആരംഭിപ്പാനിടയായത്. അത് 4ാമത്തെ വാക്യത്തിലാണ്. 5-ാം അധ്യായത്തിൻ്റെ 4ാം വാക്യം നമ്മൾ പല ആവർത്തി വായിച്ചതായതുകൊണ്ട് അത് പിന്നെ ഇപ്പോൾ വായിക്കുവാൻ സമയമെടുക്കുന്നില്ല. അവിടെ നമ്മൾ വായിക്കുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അതിൻ്റെ പല കാര്യങ്ങൾ, അതിൻ്റെ പല വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇനിയും പോകുന്നില്ല. നമ്മൾ കണ്ടു, ഇത് മനസ്സിലാക്കുവാൻ നമ്മൾ ശ്രമിച്ചു. ഈ ടേം ദുഃഖിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിച്ചു. ഇതൊരു ഇമോഷണലായിട്ടുള്ള റെസ്പോൺസ്, ഡെഫിനറ്റ്ലി വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം ഈ ദുഃഖത്തിൽ ഉണ്ട്, അല്ലേ? ദുഃഖമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അടക്കി വയ്ക്കുവാൻ മാത്രമുള്ളതല്ല, എന്നാൽ വൈകാരികമായ ഒരു പ്രതികരണം ഇതിൽ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ റെസ്പോൺസ് ഇതിലുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്നാൽ ഇമോഷണൽ റെസ്പോൺസ് മാത്രമല്ല, അതിനേക്കാൾ വലിയ അർത്ഥം, ആഴമേറിയ അർത്ഥം ഈ പദത്തിനുണ്ട്, കർത്താവ് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തിരുവചനത്തിലുള്ള മറ്റു ഭാഗങ്ങളെയും കൂടെ എടുത്ത് നമ്മൾ കൂട്ടിച്ചേർത്ത് പരിശോധിക്കുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പദത്തെ കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തർത്ഥത്തിലാണ് ആണെന്ന് കാണുവാനിടയാകും. കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിച്ചതുപോലെ എല്ലാത്തരം ദുഃഖങ്ങളും നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. മോർണിംഗ് ഈസ് നോട്ട് ഓൾവേസ് പ്രോപ്പർ. എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളെയും നല്ലതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നില്ല. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. അനേകർ ദുഃഖിച്ച അനേക കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ ഭാഗമൊന്ന് തൊട്ട് നമ്മൾ മുന്നോട്ട് പോകാനിടയായി. അബ്ശാലോമിനെക്കുറിച്ച് ദുഃഖിച്ചതായ ദാവീദ്, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് മുമ്പായി പോകേണ്ടതായിരുന്നു, ഞാൻ മരിക്കേണ്ടതായിരുന്നു എന്നെല്ലാം പറഞ്ഞ് വിലപിച്ച് ആശ്വാസം കൈക്കൊള്ളാൻ മനസ്സില്ലാതിരുന്ന ദാവീദിനെ യോബ് വന്ന്, അവൻ്റെ സേനാധിപതിയായ യോബ് വന്ന് വഴക്ക് പറഞ്ഞ് ശാസിച്ച് അവനോട് പറയുകയാണ്, ഇന്ന് നിൻ്റെ മകൻ അബ്ശാലോം ജീവിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തെങ്കിൽ നിനക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് അബ്ശാലോമിൻ്റെ മരണമെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രക്ഷയുടെ മുഖാന്തരമായി തീർന്നിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ദാവീദ് വാസ്തവത്തിൽ ആ പുത്രസ്നേഹത്തിൽ നിന്നാണ് ഡെഫിനറ്റ്ലി അവന് ഇങ്ങനൊരു വലിയ ദുഃഖത്തിലേക്ക് പോകുവാനിടയായത്. എന്നാൽ അതിന് പിമ്പിലുണ്ടായ കാര്യങ്ങളെല്ലാം നിരത്തി പരിശോധിക്കുവാൻ അവന് കഴിഞ്ഞില്ല. മറ്റനേക ഉദാഹരണങ്ങളുണ്ട്. ആഹബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ കഴിയാഞ്ഞിട്ട് അത് തനിക്ക് ചീരത്തോട്ടമാക്കാൻ കഴിയാതെ പോയതിലുള്ള ദുഃഖത്തോടെ കിടക്കയിൽ ചെന്ന് ഭക്ഷണം കഴിക്കാതെ വിഷണ്ണനായി ചുവരിന് നേരെ മുഖവും തിരിച്ച് പ്രയാസപ്പെട്ട് കിടക്കുന്ന ആഹാബിനോട് ഭാര്യ വന്ന് പറയുന്നു, ഇസബേൽ വന്ന് പറയുന്നു, നീ ഇസ്രായേലിൻ്റെ രാജാവാണോ? ഇത്രയും ചെറിയ കാര്യത്തിനാണോ എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാനിത് ശരിയാക്കിത്തരാം എന്ന് പറഞ്ഞു. അവൾ ശരിയാക്കി കൊടുക്കുകയും ചെയ്തല്ലേ. എനിഹൗ അപ്പോൾ ആ ദുഃഖം, ഇങ്ങനെയുള്ള ഒരുപാട് ദുഃഖങ്ങളുണ്ട്. വിഷണ്ണരായി പ്രയാസപ്പെട്ട, ഈവൻ ചിലപ്പോൾ ദൈവികമെന്നും ഒക്കെ തോന്നുന്ന, ആത്മീകമായ ദുഃഖമെന്നൊക്കെ തോന്നുന്നത് പോലും അങ്ങനെ ആകണമെന്നില്ല, അല്ലേ? ശമൂവേൽ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് നിന്ന് ശൗലിനെ നീക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം അറിയിച്ചപ്പോൾ തന്നെ ശമൂവേൽ വളരെ ദുഃഖിതനായി വിഷണ്ണനായി പോയി വീണ് കിടന്നു. അപ്പം ദൈവം തന്നെ അവനെ ശാസിക്കുക, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ വീണ് കിടക്കുന്നത്
എന്ത് ശൗലിനെ രാജാവാക്ക് നിമിത്തം ഞാൻ അനുതപിക്കുന്നു, അതിനെക്കുറിച്ച് അനുതപിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. സോ എല്ലാ ദുഃഖങ്ങളും, ഒരുപാട് വേറെയും ഉദാഹരണങ്ങളുണ്ട്, എടുക്കുവാൻ നമുക്ക് സമയമില്ല. എന്നാൽ എല്ലാ ദുഃഖങ്ങളെയും ദൈവികമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ ദുഃഖങ്ങളും ദൈവം അതിൽ ആശ്വാസം തരുന്നതാണെന്ന് പറയുവാൻ നമുക്ക് കഴിയുകയില്ല. അതുപോലെ തന്നെ ദർ ഈസ് നോ യൂണിവേഴ്സൽ കംഫർട്ട്. ദുഃഖിക്കുന്നവരെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളപ്പോൾ ലോകത്തിലുള്ള ദരിദ്രരെല്ലാം ഭാഗ്യവാന്മാരാണ്, ധനവാന്മാരെല്ലാം ശാപം കിട്ടിയവരാ. അങ്ങനെയാണോ അർത്ഥം? അല്ല. അത് മത്തായി സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരായ ആ ഭാഗമൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിലേക്കല്ല ഞാൻ പോകുന്നത്. എന്നാലും അപ്പോൾ യൂണിവേഴ്സലായിട്ട് ദുഃഖിക്കുന്ന എല്ലാവർക്കും ആശ്വാസം കിട്ടുമെന്നല്ല കർത്താവ് പറഞ്ഞു. നമ്മളത് കാണാനായിട്ട് പോവുകയാണ്. അവരുടെ പാപങ്ങളെക്കുറിച്ച് ദുഃഖിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേൽ ചുമത്തപ്പെടുന്നതായ അകൃത്യം, അല്ലെങ്കിൽ പ്രയാസങ്ങൾ, അവരുടെ കടന്നു പോകുന്ന ദുഃഖങ്ങൾ, അവരുടെ തകർച്ച കണ്ട് ദുഃഖിക്കുന്നവർ, തങ്ങൾക്ക് തന്നെ ദൈവത്തിൻ്റെ കൃപ എത്ര ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ. ആലയത്തിലേക്ക് പോയി പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ പറഞ്ഞു, കർത്താവേ, പാപിയായി എന്നോട് കരുണ തോന്നണേ. സ്വർഗത്തേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുക, കർത്താവേ, പാപിയായ അടിയനോട് കരുണ തോന്നണമേ. അപ്പം സ്വന്തം പാപത്തെ ഏറ്റെടുക്കുന്നവർ, അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്, ദേ വിൽ ബി കംഫർട്ടഡ് എന്ന് പറഞ്ഞാൽ അവരെ ആശ്വസിപ്പിക്കും എന്ന് കർത്താവ് പറയുമ്പം ദെയർ സിൻസ് വിൽ ബി ഫോർഗിവൺ എന്ന്, അവരുടെ പാപങ്ങൾ ക്ഷമിക്കും, അവരെ റെസ്റ്റോർ ചെയ്യും, അവരെ പുനഃസ്ഥാപിക്കും എന്നാണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം. നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് ഈ ദുഃഖിക്കുന്ന ആളുകളും, അല്ലെങ്കിൽ ഈ കർത്താവ് ഇവിടെ പറയുന്ന ദുഃഖവും ഓരോരുത്തരുടെയും കടന്നു പോകുന്ന പാപവും തമ്മിലൊരു ബന്ധമുണ്ട്. ദുഃഖവും പാപവും തമ്മിലുള്ള ബന്ധം. സങ്കീർത്തനം 119 136 നമുക്ക് പരിചിതമായ വേദഭാഗമാണത് വീണ്ടും. അതുകൊണ്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉദ്ധരിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്, അവർ നിൻ്റെ വചനത്തെ അനുസരിക്കായിക കൊണ്ട് എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു. മറ്റുള്ളവർ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ പാപത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ജലനദികൾ ഒഴുകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുക. ദൈവത്തിന് സ്തോത്രം. അപ്പം ദേശം ദുഃഖിക്കുന്നു, ദൈവജനം ദുഃഖിക്കുന്നു, നീതിമാന്മാർ ദുഃഖിക്കുന്നു. എന്തുവാ? മറ്റുള്ളവർ പാപത്തിൽ ജീവിക്കുന്നത് കണ്ട് ദുഃഖിക്കുന്നു എന്ന് പറയുന്ന ദൈവവചനങ്ങൾ. അപ്പോൾ ഈ ദുഃഖവും നമ്മളിവിടെ പറയുന്ന യേശു കർത്താവ് ഇവിടെ പഠിപ്പിക്കുവാൻ ശ്രമിച്ച ഈ ദുഃഖവും പാപവും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ പിന്നെയും കരഞ്ഞും കൊണ്ട് നിങ്ങളോട് പറയുക. അപ്പം മറ്റുള്ളൊരു ക്രൂശിൻ്റെ ശത്രുവായിട്ട് നടന്ന പൗലോസിന് എന്നാ അല്ലേ? അനേകർ ക്രൂശിൻ്റെ ശത്രുക്കളായി നടക്കുന്നു എന്ന് ഞാൻ കരഞ്ഞും കൊണ്ട് നിങ്ങളോട് പറയുന്നു. അപ്പം എന്തുവാ ഈ ബിബ്ലിക്കൽ മീനിങ്? എന്തുവാ ഇതിൻ്റെ അർത്ഥം? എന്തുവാ വേദപുസ്തകപരമായി വചനാനുസൃതമായിട്ട് ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക്, ദുഃഖമെന്ന് ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് മരണത്തിങ്കൽ എത്ര ദുഃഖിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്യുമോ അങ്ങനെയുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, യാക്കോബ് ദുഃഖിച്ച് വിലപിച്ച് കരഞ്ഞതുപോലെ, യോസേഫ് മരിച്ചുപോയി, ഒരു ദുഷ്ടമൃഗം അവനെ കടിച്ച് കീറി കൊന്നു എന്ന് അവൻ അറിവ് കിട്ടിയപ്പോൾ വിലപിച്ചു കരഞ്ഞതുപോലെ, അങ്ങനെയുള്ളൊരു വാക്കാ, എക്സ്പ്രഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ദുഃഖം, അങ്ങനെയുള്ള ഡീപ്പ് സീറ്റഡ് സോറോ, ഡീപ്പ് സീറ്റഡ് മോർണിംഗ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ദുഃഖം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മുഴുവനായിട്ട് അങ്ങ് കീഴടക്കുകയാണ്. അത് ഒളിച്ചു വെക്കുവാൻ പറ്റത്തില്ല. അത് ഇടതടവില്ലാതെ നിരന്തരമായി നിർത്തുവാൻ കഴിയാത്തതുപോലെ, അനർഗളമായിട്ട് നമ്മൾ പറയുന്നത് പോലെയുള്ള കണ്ണുനീരിങ്ങനെ ധാരധാരയായി പ്രവഹിക്കുന്ന ഒരു അവസ്ഥ. അപ്പം ഒളിച്ചു വെക്കാൻ മേലാത്തൊരു ഇമോഷൻ ഈ ദുഃഖത്തിലുണ്ട്.
ഈ ദുഃഖം എന്തുമായിട്ട് ടൈ ചെയ്ത് കിടക്കുകയാ? പാപവുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള നഷ്ടങ്ങളും ആയിട്ട്. അപ്പം വചനത്തിലെ ഈ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ശക്തമായിട്ടുള്ള വാക്കാണ്. അത് ഒളിച്ചു വെക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കർത്താവ് പറഞ്ഞതിനെ നമ്മളൊന്ന് മറ്റൊരു ഒരു രീതിയിൽ അതിനെ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, നമ്മളതിനൊരു പാരഫ്രൈസ് ചെയ്താൽ, റെൻഡർ ചെയ്താൽ അതെങ്ങനെ പറയും? ബ്ലെസ്സഡ് ഈസ് ദ മാൻ ഹു മോൺസ് ലൈക്ക് ദ മോർണിംഗ് ഫോർ ദ ഡെഡ്. മരിച്ചവർക്ക് വേണ്ടി എങ്ങനെ ഒരാൾ, സ്വന്തത്തിലുള്ള മരിച്ചവർക്ക് വേണ്ടി എങ്ങനെ ഒരാൾ ദുഃഖിക്കുമോ അതുപോലെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ കേട്ടില്ല അല്ലേ? നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ അടുത്തോട്ടല്ലായിരുന്നു. മരിച്ചവർക്ക് വേണ്ടി എങ്ങനെ ദുഃഖിക്കുമോ അതുപോലെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരെന്ന കർത്താവ് പറയുന്നു. 3 വിധത്തിൽ ഈ ബിയാറ്റിറ്റ്യൂഡിനെ നമുക്കെടുക്കാം. ഈ ഭാഗ്യാവസ്ഥ കർത്താവ് പറയുന്നതിനെ നമുക്കെടുക്കാം. 1, ലിറ്ററലായിട്ട് ഇത് മനസ്സിലാക്കാം, അക്ഷരികമായിട്ട് അല്ലേ? ബ്ലെസ്സഡ് ഈസ് ദ മാൻ ഹു ഹാസ് എൻഡ്യൂർഡ് ദ ബിറ്ററസ്റ്റ് സോറോ. ഏറ്റവും അഗാധമായ ആഴമേറിയ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യൻ ഭാഗ്യവാനാ എന്ന് വേണമെങ്കിൽ ഒരു അർത്ഥം അതിൽ നിന്ന് എടുക്കാം. എൻ്റെ കൂടെ നിൽക്കണേ, എങ്കിലേ ഇത് മനസ്സിലാകും. ദുഃഖം അനിവാര്യമാണോ നമ്മുടെ ജീവിതത്തിൽ? ആത്മീകത വിട്ടുകളഞ്ഞത്, ആത്മീകമായിട്ട് ചിന്തിക്കേണ്ട ഇപ്പം. അല്ലാതെ തന്നെ ദുഃഖം അനിവാര്യമാണോ? യെസ് ഓർ നോ? എന്തുകൊണ്ടാ? ഈ കുഷ്ഠരോഗികൾ പലപ്പോഴും അവരുടെ അംഗഹീനരായിട്ട് അവരെ കാണാറുണ്ടല്ലേ? വിരലുകൾ നഷ്ടപ്പെട്ട് അവർ ശരീരത്തിൻ്റെ അംഗങ്ങൾക്കൊക്കെ പ്രയാസം സംഭവിച്ചവരായിട്ട്, നഷ്ടം സംഭവിച്ചവരായിട്ടൊക്കെ കാണാം. അത് കാരണം അവരുടെ സെൻസിറ്റിവിറ്റി പോകുന്നത് കൊണ്ടാണ്. ആ സെൽസിലെ, ആ കോശങ്ങളിലെ ആ ജീവൻ നഷ്ടപ്പെട്ടിട്ട് എവിടെയെങ്കിലും ഹിറ്റ് ചെയ്താലും മുറിവുണ്ടായാലും ഒന്നും അറിയുകയില്ലാത്തതുപോലെ അവരുടെ ശരീരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പോലെ ദുഃഖങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടാണെങ്കിലും അല്ലെങ്കിലും വലിയൊരു പ്രക്രിയ ചെയ്യാൻ പറ്റും. ഒരു പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ദുഃഖങ്ങൾ ഇഷ്ടമില്ലെങ്കിലും ദുഃഖങ്ങൾ ഇല്ലാതിരിക്കണം, സന്തോഷത്തോടെ ആയിരിക്കണമെന്നാണ് നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്നതെങ്കിലും ദുഃഖത്തിനൊരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒരു അറബ് പ്രോവേർബ് ഉണ്ടായിരുന്നു, അറേബ്യൻസിൻ്റെ ഇടയിൽ പറയുന്ന ഒരു ചൊല്ല്. അതിങ്ങനെയാണ്: ഓൾ സൺഷൈൻ മേക്സ് എ ഡെസേർട്ട്. സൂര്യപ്രകാശവും സൂര്യൻ്റെ ശക്തമായ കിരണങ്ങൾ മാത്രമേ ഒരു സ്ഥലത്തുള്ളെങ്കിൽ അവിടെ എന്തേ ഉള്ളൂ? മരുഭൂമി മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. only make a desert. സൂര്യപ്രകാശം നല്ലതല്ലേ? യെസ്, വി ഓൾ നീഡ് സൺഷൈൻ. അതിനുവേണ്ടി നമ്മൾ എത്രയോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ, സൂര്യൻ പ്രകാശിക്കാത്ത സ്ഥാനങ്ങളിലൊക്കെ മനുഷ്യർ എത്ര കൊതിയോടെ കാത്തിരിക്കും സൂര്യപ്രകാശത്തിനായിട്ട്. അപ്പം അത് നടന്നേലേ, അതുണ്ടായെങ്കിലേ ഫോട്ടോസിന്തസിസും മറ്റു കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, വെജിറ്റേഷൻ ഉണ്ടാകത്തുള്ളൂ, എല്ലാം വേണം. So sunshine is always good, but all sunshine would make a place a desert. സൂര്യ പ്രകാശിച്ച് എപ്പോഴും നിൽക്കുകയാണെങ്കിൽ, ചൂടോടെ ഒരു സ്ഥലം നിൽക്കുകയാണെങ്കിൽ അത് എന്തായിത്തീരും? ഒരു മരുഭൂമിയായി തീരും. അപ്പോൾ സൂര്യപ്രകാശം മാത്രമല്ല, മഴ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ശൈത്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ? ഈ മാറി മാറി വരുന്ന സീസൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അനിവാര്യമാണ്. അപ്പം നമ്മളെല്ലാം അറിയാതെയോ അറിഞ്ഞോ ആഗ്രഹിക്കുന്നത് ദുഃഖമില്ലാത്ത ജീവിതം, ഇൻസുലേറ്റ് ചെയ്തുള്ള ജീവിതം, രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, വേദനയില്ലാത്ത ജീവിതമാണെങ്കിൽ ദുഃഖത്തിനൊരു അനിവാര്യതയുണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. എന്തോ ദുഃഖത്തിൻ്റെ അനിവാര്യത? ദുഃഖങ്ങൾക്ക് മാത്രം നമുക്ക് തരാൻ പറ്റുന്ന ചില അറിവുകളുണ്ട്. ഒന്ന്, ഇറ്റ് ക്യാൻ ഷോ us the essential kindness of our fellow men.
അല്ലേ? നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ, നമ്മുടെ സ്നേഹിതരെന്ന് പറയുന്ന, ചാർച്ചക്കാരെന്ന് പറയുന്ന, ബന്ധുമിത്രാദികളെന്നൊക്കെ പറയുന്നവരുടെ തനി നിറം പലപ്പോഴും അറിയുന്നത് എപ്പോഴാണ്? അറിയുന്നത് വലിയ ദുഃഖത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ്, അല്ലേ? കൊച്ചുകുഞ്ഞുപദേശിയുടെ പാട്ട് നമുക്കറിയാം. ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, അല്ലേ? വലിയ പ്രയാസത്തിലായിട്ട് എല്ലാവരും ത്യജിച്ചു, ആർക്കും വേണ്ടെന്നായി. വെയിലത്തിരുന്ന് ഒരല്പം വെയിൽ കൊണ്ട് അവിടെ ഇരുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഒരു സ്നേഹിതൻ ദൂരെ നിന്ന് കടന്നു വരുന്നു. അപ്പോൾ ആ സ്നേഹിതനെങ്കിലും വന്ന് അല്പനിമിഷം ഒരുമിച്ച് ചെലവഴിക്കും, അല്ലെങ്കിൽ ഒരു ആശ്വാസവാക്ക് പറയുമെന്ന് കാത്തിരുന്നപ്പോഴാണ് വന്ന സ്നേഹിതൻ കൂടെ ഇങ്ങനെ മറച്ചു പിടിച്ച് ഓരം ചേർന്ന് പോവുക. വഴിയുടെ ഓരം ചേർന്ന് ഇങ്ങനെ പോയപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഓർത്ത് പാടിയതാണല്ലോ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടിട്ടും കാണാത്തവരെ പോലെ പോകുന്നവരാണ്. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നവരുടെ ഉള്ള സ്വഭാവം പലപ്പോഴും അറിയുന്നത് എപ്പോഴാണ്? ദുഃഖത്തിലാ, സന്തോഷത്തിലല്ല. സന്തോഷത്തിൽ എല്ലാവരും കാണും, എന്നാൽ നമ്മുടെ ദുഃഖത്തിൽ ആര് നമ്മുടെ കൂടെ നിൽക്കും, ആര് നമ്മുടെ കൈകൾക്ക് ബലം പകരും, ആര് നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് തിരിച്ചറിയുന്നു. അപ്പോൾ യഥാർത്ഥ സ്നേഹിതൻ ആരാണെന്ന് തിരിച്ചറിയുന്നത് നമ്മൾ ദുഃഖത്തിൽ കൂടെ പോകുമ്പോഴാണ്, അല്ലേ? ഇപ്പം ന്യൂ ഡിസ്കവറീസ് ഉണ്ടാകും, നമുക്ക് ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ. എന്നാ കണ്ടുപിടുത്തങ്ങളാണ്? ന്യൂ ഡിസ്കവറീസ് അബൌട്ട് പീപ്പിൾ, ദോസ് ഹു ആർ ഇൻ അവർ ക്ലോസ് സർക്കിൾ. നമ്മുടെ അടുത്ത ബന്ധത്തിലും സ്നേഹബന്ധത്തിലൊക്കെ ഉള്ളവർ എങ്ങനെയുള്ളവരെന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടെയാണ്. മുന്നോട്ട് പോകാം. പലപ്പോഴും ഈ ദുഃഖം വരുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ആശ്വാസമുള്ളത് എവിടെ മാത്രമാണെന്ന് മനസ്സിലാകുന്നത്. ദൈവസന്നിധിയിൽ മാത്രമാണ് ആശ്വാസമെന്ന് മനസ്സിലാകും. മറ്റുള്ളവരുടെ സഹായം വ്യർത്ഥമല്ലോ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്. അപ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവൻ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നവനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നുള്ളത് തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത് ഇങ്ങനെയുള്ള സമയത്താണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെയാണ്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കുക അത്രേ വേണ്ട. ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് ആരെങ്കിലും ഇതുവരെ ഭത്സിച്ചിട്ടുണ്ടോ? നീ എന്തിനാ വന്നത്? ഇന്നലെയും ചോദിച്ചതല്ല, നീ ഇന്ന് വീണ്ടും എന്തിനാ ചോദിച്ചതെന്ന് ദൈവം പറയാറില്ല. എത്ര പ്രാവശ്യം അവൻ്റെ അടുത്ത് പോയാലും അവൻ പിന്നെയും കരുണയോടെ സ്വീകരിക്കുക, ഔദാര്യമായി നൽകുകയാ, ഭത്സിക്കാതെ നൽകുക. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. അപ്പം നമുക്ക് അടുത്ത് ചെല്ലുവാനും ആശ്രയിക്കുവാനും പറ്റുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുകയാണ്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്, ഓൾ അവർ സിൻസ് ആൻഡ് ഗ്രീഫ്സ് ടു ബെയർ. എന്തു നല്ലോർ സഖി യേശു, പാപ ദുഃഖം വഹിക്കും. എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിയിടുമ്പോൾ താൻ കേൾക്കും. വേറെ എവിടെയാണ് ഉള്ളത് എല്ലാം ചെന്ന് പറയാൻ പറ്റുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുന്ന വേറെ ഏത് സ്ഥലമാണ് ഉള്ളത്? അത് തിരിച്ചറിയുന്നത് നമ്മുടെ ദുഃഖങ്ങളിലാണ്. ഇതില്ലായിരുന്നെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വവും വലിപ്പവും മാഹാത്മ്യവും നമ്മൾ തിരിച്ചറിയലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നമ്മൾ പിന്നെയും ആശ്രയിക്കാൻ, അവൻ്റെ വലിപ്പം മാഹാത്മ്യം എല്ലാം തിരിച്ചറിയാനായിട്ട് ഈ ദുഃഖങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. മൂന്നാമത്തെ കാര്യം, ഇറ്റ് ക്യാൻ ലീഡ് us ടു ഡീപ്പർ തിങ്സ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതം പെരിഫറലായിട്ട് പോകും, ഉപരിപ്ലവമായി ഉപരിതലത്തിൽ മാത്രം നമ്മൾ ജീവിക്കും. എന്തില്ലെങ്കിൽ? ദുഃഖമില്ലെങ്കിൽ ഇങ്ങനെ പുറമേ ഇങ്ങനെ സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ ജീവിച്ചു, ആഴങ്ങളിലേക്ക് പോകത്തില്ല. ഈ ജീവിതം ഇങ്ങനെ സന്തോഷിച്ചും ഇവിടുത്തെ സുഖങ്ങൾ അനുഭവിച്ചും ഇവിടെ സന്തോഷിച്ചും നമ്മളിങ്ങനെ ജീവിച്ചു പോകും. ബട്ട് ഇറ്റ് ഈസ് ദ ടൈംസ് ഓഫ് അവർ സോറോസ്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ വേളകളാണ്
നമ്മെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഡ്രിവൺ ടു ഡീപ്പർ തിങ്സ് ഇൻ ലൈഫ്. എത്രയെത്ര മനോഹരമായ പുസ്തകങ്ങൾ, രചനകൾ, എഴുത്തുകൾ, ലേഖനങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എവിടെ നിന്നാ? മയൂരസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊട്ടാരങ്ങളിൽ ഇരുന്ന് ജീവിതത്തിൻ്റെ വലിയ സുഖങ്ങളുടെ മധ്യയല്ല, മനോഹരമായ പുസ്തകങ്ങളും പഠിപ്പിക്കലുകളും ഉപദേശങ്ങളും ഒക്കെ പലപ്പോഴും പുറത്തു വന്നത് എവിടെ നിന്നാണ്? ദുഃഖത്തിൻ്റെ മധ്യത്തിൽ നിന്നാണ്, ജയിലുകളിൽ നിന്ന്, ജയിലറകളിൽ നിന്ന്. അത് സെക്കുലർ വേൾഡിനും അങ്ങനെ, ആത്മീക ലോകത്തിലും അങ്ങനെ. പൗലോസിൻ്റെ ഏറ്റവും മഹത്തരമായ ലേഖനങ്ങൾ തൻ്റെ ജയിൽവാസത്തിനിടയിൽ താൻ കുത്തിക്കുറിച്ചതാണ്. സോ സോറോസ് ക്യാൻ ലീഡ് us to deeper things in life. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയില്ലായിരുന്നു, മനസ്സിലാക്കുകയില്ലായിരുന്നു, ദുഃഖമൊന്നും വന്നിട്ടില്ലായിരുന്നെങ്കിൽ. കടന്നുപോയ ദുഃഖങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് അത് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെ തിരിച്ചറിയുവാനിടയായി. നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മാറ്റിയെടുക്കാനത് മുഖാന്തരമായി. നമ്മുടെ പ്രതികരണ രീതികൾ മാറ്റിയെടുക്കുവാനത് മുഖാന്തരമായി. പുതിയ ശക്തിയും പുതിയ കൃപയും നമുക്ക് തരുവാനത് മുഖാന്തരമായി. നമ്മുടെ ജീവിതത്തെ അല്പം കൂടെ മനോഹാരിതയുള്ളതാക്കി തീർക്കാനിടയായി. നമ്മുടെ റഫ്നെസ്സും റൂഡ്നെസ്സും എല്ലാം ഒന്ന് മാറ്റി സ്മൂതൻ ചെയ്യാനായിട്ട് ഇടയായി. അല്ലേ? നമുക്കെല്ലാം ഒരുപാട് റൂഡ്നെസ് ഉണ്ടായിരുന്നു ഇടപാടുകളിൽ. ഞാൻ, എൻ്റേത്, എനിക്ക്, എന്നോട് ഒരു താൻ പോരിമ എന്നൊക്കെ പറയില്ലേ, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതിൽ നിന്നെല്ലാം നമ്മളെ ഒന്ന് പാകപ്പെടുത്തി പരുവപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് നമ്മുടെ ദുഃഖങ്ങൾ. അപ്പോൾ എത്ര പേർക്ക് ദുഃഖങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം കരയറ്റാൻ പറ്റും? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ, ഇന്നും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഒരു പക്ഷേ പലപ്പോഴും വിവരിക്കാൻ പറ്റുകയില്ല എന്ന് തോന്നുന്നതായ എൻ്റെ ദുഃഖങ്ങൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ആ ദുഃഖത്തിലാണ് ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ നടത്തപ്പെട്ടത്. വളരെ സുപ്രധാനമായ പല തീരുമാനങ്ങളും ഞാൻ എടുക്കുവാനിടയായത് അങ്ങനെയുള്ള സമയങ്ങളിലാണ്. നീയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ ഞാൻ വരുവാൻ അതിടയാക്കി. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ കഷ്ടതയിലായതെനിക്ക് ഗുണമായി. നിന്റെ ന്യായപ്രമാണങ്ങൾ പഠിപ്പാൻ അതെനിക്ക് ഇടയാക്കി. ദൈവത്തിന് കഷ്ടത, ഇറ്റ് വാസ് ഗുഡ് ദാറ്റ് ഐ വാസ് അഫ്ലിക്റ്റഡ്. സ്തോത്രം. അത് ആത്മീയർക്കേ പറയാൻ പറ്റത്തുള്ളൂ, ആത്മീയ കണ്ണുള്ളവർക്കേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർ നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ അനാത്മീയരാണെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വിടുതലിന് വേണ്ടി, അതല്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ എപ്പോഴും ഒരു ഡീപ്പർ പർപ്പസ് ഓഫ് ഗോഡ് ഓർത്തോണം. ദൈവത്തിൻ്റെ ഏറ്റവും ആഴമേറിയ ഒരു ഉദ്ദേശം, ഒരു ഹിതം. നമ്മളോട് ഏറ്റവും അധികം സംസാരിക്കുന്നത്, നമ്മെ മാറ്റി മറിക്കുന്നതും ജീവിതത്തിന് പരിവർത്തനം കൊണ്ടുവരുന്നതും ദുഃഖമാണോ സന്തോഷമാണോ? പറയാൻ ഇച്ചിരി മടിയുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ സന്തോഷങ്ങളല്ല, നമ്മുടെ സ്തോത്രം. ഒരു ബ്യൂട്ടിഫുൾ പോയം ഉണ്ട്, അതിങ്ങനെയാ: I walked a mile with pleasure. She chatted all the way, but left me none wiser for all she had to say. But I walked a mile with sorrow, and never a word said she. But oh, the things I learned from her when sorrow walked with me. ഞാൻ സന്തോഷത്തിൻ്റെ കൂടെ, ഉല്ലാസത്തിൻ്റെ കൂടെ ഒരു മൈൽ ഇങ്ങനെ നടന്നുപോയി. വഴിമധ്യേ ഇടതടവില്ലാതെ തോരാതെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാ? സന്തോഷം. പക്ഷേ എനിക്ക് ഈ ബുദ്ധിയിൽ യാതൊരു മാറ്റവും, ഒരനുഗ്രഹവും അതുകൊണ്ട് ഉണ്ടായില്ല.
ഇത്രയും സംസാരിച്ചിട്ടോ അത് കേട്ടിട്ടൊന്നും എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല. എന്നാൽ ദുഃഖത്തിൻ്റെ കൂടെയും ഞാനൊരു മൈല് സഞ്ചരിച്ചു, നടന്നു. ആ വഴിമധ്യേ ദുഃഖമെന്ന് പറയുന്ന ഒരു വാക്ക് പോലും പറഞ്ഞില്ല, വാ തുറന്നില്ല. കേൾക്കണേ, വഴിമധ്യേ ദുഃഖം ഒരു വാക്ക് പോലും പറഞ്ഞില്ല, വായ് തുറന്നില്ല. എന്നാൽ ആ ദുഃഖത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ, when sorrow walked with me, ദുഃഖം, കരഞ്ഞ സമയങ്ങൾ, കണ്ണുനീരൊഴുക്കിയ സമയങ്ങൾ, ഏകാന്തത അനുഭവിച്ച സമയങ്ങൾ, ആഗ്രഹിച്ചതല്ല, പലപ്പോഴും ആഗ്രഹിച്ചത് തിരിച്ചായിരുന്നു. ഈ വേദന മാറണമെന്നായിരുന്നല്ലേ, കഷ്ടങ്ങളും കണ്ണുനീരും ഒക്കെ മാറണമെന്നായിരുന്നു. പക്ഷെ നന്നായിട്ട് നമ്മുടെ ഭാവി അറിയാവുന്ന കർത്താവ്, നമ്മളെ എങ്ങനെ രൂപപ്പെടുത്താം എന്ന് തിരിച്ചറിവുള്ളവനായ ദൈവം, നമ്മുടെ നാളുകളെ മുന്നമേ അറിയുന്നവനായ കർത്താവ് നമ്മെ അറിഞ്ഞുകൊണ്ട് ദുഃഖങ്ങളിൽ കൂടെ കടത്തിവിട്ടു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ വേദനിപ്പിക്കുന്നത്. മനസ്സോടെയല്ല, മനസ്സോടെയല്ല. എന്നാൽ നമുക്ക് നന്മ വരുത്താനായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതിന് അവൻ ഈ അനുഭവങ്ങളിലൂടെ നമ്മെ കടത്തിവിടുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഓർത്തുകൊള്ളണം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ഇവിടെ ഇല്ലേ, പറഞ്ഞേ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ ഇത് ലിറ്ററലായിട്ട് വേണമെങ്കിൽ ആകാം. 2, കാരണം അത് ദുഃഖങ്ങൾ അനിവാര്യമാണ്. രണ്ടാമത്തേത്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു കൺസേൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ ഡെസ്പറേറ്റ്ലി സോറി ഫോർ ദ സോറോ ആൻഡ് സഫറിങ് ഓഫ് ദിസ് വേൾഡ്, അല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവർ ഇസ്രായേല്യർ, അവർക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയും വയറ്റിൽ നോവുമുണ്ട്. എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയും വയറ്റിൽ നോവുമുണ്ട്. ഇസ്രായേല്യർ ന്യായപ്രമാണമുള്ളവർ, പുത്രത്വം, തേജസ്സും വാഗ്ദത്തങ്ങളും ഒക്കെ ലഭിച്ചവർ, എന്നാൽ അവർ ഈ വാഗ്ദത്തത്തെ സ്വായത്തമാക്കുവാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കെന്തുണ്ട്? ഹൃദയത്തിൽ വേദനയും വയറ്റിൽ നോവുമുണ്ട്. എത്ര പേർക്ക് വയറ്റിൽ നോവുണ്ടായിട്ടുണ്ട്? ആത്മാക്കളെക്കുറിച്ച് ഓർത്ത്, മറ്റുള്ളവരുടെ പാപത്തെ ഓർത്ത്, അവർ പാപത്തിൽ ജീവിക്കുന്നതോർത്ത്, വല്ലാതെ കഴിച്ചിട്ട് വയറ്റിൽ നോട്ടുണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലേ? കൺസേൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള, പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള, അല്ലേ? ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കണ്ട് മാറി നിൽക്കുന്നവരല്ല, അതിൻ്റെ മധ്യേ ചിരിക്കുന്നവരും സന്തോഷിക്കുന്നവരുമല്ല, അതിൽ ഐക്യദാർഢ്യം കാണിക്കാനായിട്ട് വാട്ട് എവർ വേ ദേ ക്യാൻ അത് ചെയ്യുന്നവരാ. അതുകൊണ്ട് അവർ മദർ തെരേസ ഉണ്ടായത്, അല്ലേ? കൽക്കട്ടയുടെ തെരുവീഥികളിലും ഇന്ത്യയിൽ ഉടനീളം എന്ന് പറയുന്നത് പോലെയും മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ആതുര സ്ഥാപനങ്ങളെല്ലാം സ്ഥാപിപ്പാൻ തക്കവണ്ണം മുഖാന്തരമായത് അങ്ങനെയാണ്. മദർ തെരേസ, അവിടെയുള്ള നേഴ്സസ്, അവിടെയുള്ള സിസ്റ്റേഴ്സ് ഇങ്ങനെ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് അവരെ ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ പുറത്തുനിന്ന് വന്ന ഒരു വിസിറ്റർ പറഞ്ഞു, എനിക്കൊരു $1 മില്യൺ തന്നാലും ഞാനിത് ചെയ്യുകയെന്ന് പറഞ്ഞു. മദർ തെരേസ മറുപടിയായിട്ട് പറഞ്ഞു, നോർമലായി ആരെങ്കിലും $1 മില്യൺ ഓഫർ ചെയ്താൽ ഞാനും ഇത് ചെയ്യത്തില്ല. എന്നാൽ എൻ്റെ യേശു എന്നെ പഠിപ്പിച്ചതുകൊണ്ട്, അവൻ കാണിച്ചു തന്നതുകൊണ്ട് ഞാൻ ചെയ്യും. ഒരു മദർ തെരേസ ഉണ്ടായത്, ഒരു ഫാദർ ഡാമിയൻ ഉണ്ടായത്, ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഉണ്ടായത്, ഡേവിഡ് ലിവിങ്സ്റ്റൺ ഉണ്ടായത്, വില്യം കേറി ഉണ്ടായത്, അനേക മിഷണറിമാർ, അനേക
അനേകർ തങ്ങളുടെ സർവ്വസുഖങ്ങളും പരിത്യജിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയവരും അങ്ങനെയുള്ളവരെ ശുശ്രൂഷിച്ചവരും എല്ലാം മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് ആ ദുഃഖത്തിൽ പങ്കുചേർന്നവരായിരുന്നു. സോ ഇവിടെ ഒരുപക്ഷെ കർത്താവ് പറയുന്ന ദുഃഖമെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ കടന്നു പോകുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ കടന്നു പോകുന്ന പ്രയാസങ്ങൾ കണ്ടുള്ള ദുഃഖങ്ങളായിരിക്കും. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് തന്നെ കെയറിങ്ങാ. ശ്രദ്ധിക്കണേ, ക്രിസ്ത്യത്വം എന്ന് പറയുന്നത് തന്നെ എന്തുവാ? കെയറിങ്ങാ. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന, മറ്റുള്ളവരെ ഏറ്റെടുക്കുന്നതാണ്. അതില്ലാത്ത ക്രിസ്ത്യാനിറ്റി അല്ല. അത് ലോകം എന്തു പറഞ്ഞാലും മറ്റു മതക്കാരോ ഒക്കെ എന്തു പറഞ്ഞാലും, അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ദുഃഖിച്ച് കരയുന്നവരുടെ നമ്പർ കൂടണം. ചിരിയും ഉല്ലാസവും ഒത്തിരി ഉണ്ട് നമ്മുടെയൊക്കെ മധ്യത്തിൽ. അതിനൊരു കുറവുമില്ല. എന്തിനാ കുറവ്? ദുഃഖിച്ച് കരയുന്നവരുടെ സംഖ്യ കൂടണം. ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിയേ. റീന, ക്യാൻ യു റീഡ് ജെയിംസ്, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. എൻ്റെ സമയം തീരാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഇനിയും ഇവിടെ മുന്നോട്ട് പോകുന്നില്ല. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോടും അടുത്ത് ചെല്ലണം, അടുത്തു വരും. അതിനുവേണ്ടി എന്ത് ചെയ്യാനാ പറയുന്നത്? പാപികളെ കൈ വെടിപ്പാക്കിക്കൂ, ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു. എന്നിട്ട് പറയാ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. ദൈവത്തിൽ നിന്ന് അകന്നു പോയത് ഓർത്ത് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞോണം. മറ്റുള്ളവരുടെ പാപത്തെ കണ്ട് ദുഃഖിച്ച് കരഞ്ഞോണം. അവർ കഷ്ടങ്ങൾ സഹിക്കുന്നത് കണ്ട് ദുഃഖിച്ച് കരഞ്ഞോണം. നമ്മുടെ ഉള്ളിലൊരു ദുഃഖമുണ്ടാകട്ടെ. അവിടെ പറയുക, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവീൻ. എത്ര പേര് കണ്ണുനീരോടെ ഹൃദയത്തകർച്ചയോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ദൈവസന്നിധിയിൽ? സ്വന്തം ദുഃഖങ്ങളോ സ്വന്തം മക്കൾക്കോ അല്ലെ സ്വന്തം മാതാപിതാക്കൾക്കോ സിബ്ലിങ്സിനോ ഉള്ള കഷ്ടം കണ്ട് മാത്രമല്ല, അതിനുവേണ്ടി കരയണമെന്നല്ല, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ കഷ്ടങ്ങളും സങ്കടങ്ങളും കണ്ട് കരയുവാൻ കഴിയുന്ന ഒരു കൂട്ടം നമ്മുടെ സഭ അങ്ങനെയായിത്തീരണം. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്നവർ. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്ന് അവസാനിപ്പിക്കും. എസ്കേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. എസ്കേൽ 9:4 വായിക്കാമോ? അവനോട് യഹോവ, നീ നഗരത്തിന്റെ നടുവിൽ യെരൂശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. മതി. നമുക്കറിയാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ. ഞാൻ അതിലേക്ക് പോകാൻ സമയവും ഇല്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യെരൂശലേമിൽ, ഇസ്രായേലിൽ, യഹൂദിയയിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന ഒരു കൂട്ടമുണ്ട്. കർത്താവ് കൽപ്പിക്കുക, നീ പോയി ദൂതനോട് പറയുക, നീ നഗരത്തിൻ്റെ നടുവിൽ, യെരൂശലേമിൻ്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന സകല പുരുഷന്മാരുടെയും നെറ്റികളിൽ ഒരു അടയാളം ഇടുക. അതിന് പിന്നീടുള്ള ഭാഗങ്ങൾ വായിച്ചാൽ അറിയാം. സംഹാരകനെ അയക്കുമ്പോൾ അല്ലെങ്കിൽ നശിപ്പിക്കാനായിട്ട് ന്യായവിധിയുമായിട്ട് അയക്കുമ്പം പറയുന്നുണ്ട്, കനിവ് തോന്നരുത്, മറ്റാരെയും സ്പെയർ ചെയ്യരുത്. ആരെ മാത്രമേ സ്പെയർ ചെയ്യാവുള്ളൂ? നെറ്റിമേൽ ഈ അടയാളമുണ്ട്. ആർക്കാ നെറ്റിമേൽ അടയാളമുള്ളത്? മ്ലേച്ഛതകൾ കണ്ട് നെടുവീർപ്പിട്ട് കരയുന്നവർ. കരയാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവ് പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഗോഡ് ബ്ലസ്.